ബാക്ക് ടു എജുപോർട്ട്. നിങ്ങൾ ഇതേ പബ്ലിക് എക്സാമിന് വേണ്ടി തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, മിസ്സിന് അറിയാം. സോ ഇന്ന് മിസ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ പോകുന്ന ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി, ആ ചാപ്റ്റർ നമ്മൾ ഒരു വട്ടോടെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ? ജസ്റ്റ് ഒരു 10 മിനിറ്റിൽ എന്താണ് ആ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണ്. ഈ ചാപ്റ്ററിൻ്റെ ലൈവ് മിസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു മണിക്കൂർ ഒരു വലിയ ലൈവ് മിസ് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലൈവിൽ അതിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ ആൻസറുകളും എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ മിസ് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ, എന്താണ് ആ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്ന്. സോ മക്കളെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. നിങ്ങളുടെ സ്വന്തം സ്വാതി മിസ് ആണ്. റെഡി ആണല്ലോ? ഏത് ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്, മിസ് പറഞ്ഞുതരാൻ പോകുന്നത് എന്ന് എല്ലാവരും ദേ ഇവിടെ ശ്രദ്ധിച്ചോളൂ. റെഡി ഗായ്സ്? നോക്കിയോളൂ. ദേ പാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയായിരുന്നു. പാനി എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം. ഓക്കെ, നിങ്ങൾക്കറിയാലോ പാനി എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്. വെള്ളത്തിനെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ്. ത്രിലോക് സിംഗ് ഠകുരേല എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് എഴുതിയിട്ടുള്ളത്. ത്രിലോക് സിംഗ് ഠകുരേല. ഓക്കെ അല്ലേ? റെഡി ആണല്ലോ? അപ്പോൾ പെട്ടെന്ന് നോക്കിക്കോ, മിസ് പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാവേ. യെസ്, നോക്കിയോളൂ. പാനി സേ ഹർ ബൂന്ത് ബനി ഹേ പാനി സാഹി സാഗർ. എന്താ പറഞ്ഞിരിക്കുന്നത്? പാനി സേ ഹർ ബൂന്ത് ബനി ഹേ എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടാണ് എല്ലാ തുള്ളികളും ഉണ്ടാക്കിയിരിക്കുന്നത്. പാനി സേ ഹർ ബൂന്ത് ബനി ഹേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുള്ളികൾ, ബൂന്ത് എന്ന് പറഞ്ഞാൽ തുള്ളിയാണ്. ഓക്കെ, വെള്ളം കൊണ്ടാണ് എല്ലാ തുള്ളികളും ഉണ്ടാക്കിയിരിക്കുന്നത്. പാനി കാഹി സാഗർ, വെള്ളം കൊണ്ടാണ് എന്താണ്? സാഗർ, സമുദ്രം ഉണ്ടായിരിക്കുന്നത്. സാഗർ എന്ന് പറഞ്ഞാൽ സമുദ്രം. ഓക്കെ, സമുദ്രം ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്ത വരി നോക്കിക്കോ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? നബുമേം ബാദൽ ദൗഡ് ലഗാത്തെ ബർ പാനി കി ഗാഗർ. എന്താ പറഞ്ഞിരിക്കുന്നത്? നബുമേം, നബ് എന്ന് പറഞ്ഞാൽ ആകാശമാണ്. നിങ്ങൾ ആകാശത്തിന് ആകാശ് എന്ന് പഠിച്ചിട്ടുണ്ട്, ആസ്മാൻ എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ പുതിയ വേർഡാണ് നബ്. നബ് ആകാശത്തിൽ എന്താണ്? ബാദൽ ദൗഡ് ലഗാത്തെ, മേഘങ്ങൾ ഓടി നടക്കുന്നുണ്ട്. ദൗഡ് ലഗാത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓടുക. മേഘങ്ങൾ ഓടുന്നുണ്ട്, അതായത് മേഘങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. നിങ്ങൾ കാണലില്ലേ മേഘങ്ങൾ ഇങ്ങനെ പതിയെ പോകുന്നത്? അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടോ ബർ പാനി കി ഗാഗർ, മേഘം എന്താ ചെയ്യുന്നത്? ആ വെള്ളം കൊണ്ട് കുടം നിറയ്ക്കുന്നുണ്ട് അല്ലേ? വെള്ളത്തിൻ്റെ കുടം നിറയ്ക്കുകയാണ്. ഗാഗർ എന്ന് പറഞ്ഞാൽ കുടമാണ് അല്ലേ? കുടം എന്താ ചെയ്യുന്നത്? നിറയ്ക്കുന്നു. അതായത് മേഘങ്ങൾ ഇങ്ങനെ മേഘത്തു നിന്നല്ലേ മഴ പെയ്യുക? അതാ പറഞ്ഞിരിക്കുന്നത്, മേഘങ്ങൾ വെള്ളത്തിൻ്റെ കുടം നിറയ്ക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇതേ ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ, മിസ് ഇവിടെ മീനിങ്സും കൊടുത്തിട്ടുണ്ട്. റെഡി അല്ലേ? അടുത്തത് നോക്കിക്കോ, എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നേ? പാനി സേ ഹി ബഹ്തേ ജർനെ നദിയാം നാലേ ബഹ്തേ താൽ തലയ്യ ജീൽ സരോവർ പാനി സേ ബർ രഹ്തേ. നോക്കിക്കോ, മിസ് പറഞ്ഞു തരാം. ആദ്യത്തെ വരി നോക്കിയേ. പാനി സേ ഹി ബഹ്തേ ജർനെ, എന്താണ്? സേഹി എന്ന് പറഞ്ഞാൽ ഉള്ളതുകൊണ്ട്. സേഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉള്ളതുകൊണ്ട്. ഈ കവിതയിൽ കുറേ സ്ഥലത്ത് സേഹി സേഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉള്ളതുകൊണ്ട്, വെള്ളം ഉള്ളത് കൊണ്ടാണ്, പാനി ഉള്ളത് കൊണ്ടാണ്. ബഹ്തേ ജർനെ, അരുവികൾ ഒഴുകുന്നത്. ഓക്കെ, ജർനെ എന്ന് പറഞ്ഞാൽ ഇതേ അരുവിയാണ്, മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് എന്താണ്? നദിയാം നാലേ ബഹ്തേ, നദികളും തോടുകളും ഒഴുകുന്നത് വെള്ളം ഉള്ളത് കൊണ്ടാണ്. അടുത്തതോ താൽ തലയ്യ ജീൽ സരോവർ. താൽ തലയ്യ എന്ന് പറഞ്ഞാൽ കുളമാണ്, താമസിവിടെ കൊടുത്തിട്ടുണ്ട്. കുളം ഒഴുകുന്നുണ്ട്. ജീൽ എന്ന് പറഞ്ഞാൽ തടാകമാണ്. സരോവർ എന്ന് പറഞ്ഞാലും തടാകം എന്നാട്ടോ അർത്ഥം. അപ്പം പാനി സേ ബർ രഹ്തേ, കുളങ്ങളിലും തടാകങ്ങളിലും ഒക്കെ പാനി സേ ബർ രഹ്തേ, വെള്ളം നിറഞ്ഞൊഴുകുകയാണ്. ദേ ചിത്രം കണ്ടോ നിങ്ങൾ? ഓക്കെ, വെള്ളത്തിനെ കുറിച്ചിട്ടാട്ടോ പറയുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നേ? പാനി സേ ഹി ഫസലേ മുഗ്തി. സേഹി, ഇതേ സേഹി ഇവിടെ വീണ്ടും വന്നല്ലോ. എന്താ മീനിങ്? സേഹി എന്ന് പറഞ്ഞാൽ ഇതേ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഉള്ളത് കൊണ്ട്. അപ്പം വെള്ളം ഉള്ളത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഫസലേ മുഗ്തി, വിളകൾ. വിള കേട്ടോ, നമ്മളെ കൃഷിയൊക്കെ ചെയ്യുന്ന വിളവുകളില്ലേ, അതാണ് വിള, ഫസലേ. ഓക്കെ, അപ്പോൾ വെള്ളം ഉള്ളത് കൊണ്ടാണ് വിളകൾ മുളയ്ക്കുന്നത്. ഉഗ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? മുളയ്ക്കുക. വെള്ളം ഉള്ളത് കൊണ്ടാണ് വിളകളൊക്കെ മുളയ്ക്കുന്നത്. പിന്നെയോ ഹർ വൻ ഉപവൻ ഫൽത്ത, പൂന്തോട്ടങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത്? പൂക്കൾ ഉണ്ടാവുന്നത്. ഓക്കെ, ഹർ വൻ ഉപവൻ, ഉപവൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം, താമസിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വെള്ളം ഉള്ളത് കൊണ്ടാണ് എന്താണ്? വിളകളൊക്കെ മുളയ്ക്കുന്നത്. വെള്ളം ഉള്ളത് കൊണ്ടാണ് പൂന്തോട്ടങ്ങളൊക്കെ പൂക്കുന്നത്. അടുത്തതോ പാനി സേ ഹി ഇസ് വസുധാ പർ സബ്കാ ജീവൻ ചൽത്താ.
പാനി സേ ഹി വെള്ളമുള്ളത് കൊണ്ട്, ഈസ് വസുധ പർ, ഈസ് വസുധ, വസുധ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. അപ്പോൾ വെള്ളം ഉള്ളത് കൊണ്ടാണ് ഈ ഭൂമിയിൽ സബ്കാ ജീവൻ ചൽത്താ, എല്ലാവരുടെയും ജീവിതം ചലിക്കുന്നത് അല്ലേ, എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്നത് വെള്ളം ഉള്ളതിനെ കൊണ്ടാണ് എന്നാ പറയുന്നത്. സബ്കാ ജീവൻ, സബ്ക എന്ന് പറഞ്ഞാൽ എല്ലാവരും, അല്ലെങ്കിൽ എല്ലാവരുടെയും ജീവൻ ചൽത്താ, ജീവിതം ചലിക്കുന്നത്. ഓക്കെ അല്ലേ? ജീവൻ എന്ന് പറഞ്ഞാൽ ഇതേ ജീവിതമാണ്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. വസുധ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. ഓക്കെ, വെള്ളം ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരു തുള്ളി വെള്ളം കുടിക്കാതെ നമുക്ക് ഒരു ദിവസം നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, നമ്മൾ ക്ഷീണിച്ച് ആകെ ടയേർഡായി പോവില്ലേ? യെസ്, ഓക്കെ. ഇനി അടുത്തത് നോക്കിയോ. ആ ഓം ബച്ചത് കരേം പാനി കി, പാനി ഉത്തം ധൻ ഹേ, പാനി സേ ഹി യഗ് ജഗ് സുന്ദർ, പാനി സേ ജീവൻ ഹേ. എന്താ പറഞ്ഞിരിക്കുന്നത്? ആവോ ബച്ചത് കരേ പാനി കി. ആവോ എന്ന് പറഞ്ഞാൽ എന്താണ്? വരൂ, ബച്ചത് കരേ പാനി കി, സംരക്ഷിക്കൂ വെള്ളത്തെ. ബച്ചത് കരേ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കൂ, പാനി കി എന്ന് പറഞ്ഞാൽ വെള്ളത്തെ. അപ്പോൾ പറയാണ്, വരൂ വെള്ളത്തിനെ സംരക്ഷിക്കൂ. പാനി ഉത്തം ധൻ ഹേ, പാനി എന്താണ്? ഉത്തം ധൻ എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള അല്ലേ, നല്ല വിലപിടിപ്പുള്ള ഒരു സാധനമാണ്, ഉത്തമമായിട്ടുള്ള ധനമാണ്. ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? പണമാണ്, നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന അല്ലേ, നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന കാര്യമാണ് ധൻ, പണം എന്ന് പറയുന്നത്. അപ്പോൾ പറയാണ് പാനി ഉത്തം ധൻ ഹേ, വെള്ളം ഉത്തമമായിട്ടുള്ള ഒരു ധനമാണ്. ഓക്കെ, അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നേ? പാനി സേ ഹി, എവിടെ? യെസ്, പാനി സേ ഹി യഹ് ജഗ് സുന്ദർ, പാനി സേ ജീവൻ ഹേ. എന്താ പറഞ്ഞിരിക്കുന്നേ? പാനി സേ ഹി, വെള്ളം ഉള്ളത് കൊണ്ടാണ്, യഹ് ജഗ് സുന്ദർ, ഈ ലോകം സുന്ദരമായിരിക്കുന്നത്. ജഗ് എന്ന് പറഞ്ഞാൽ ലോകമാണ്. ഇവിടെ മീനിങ് കൊടുത്തിട്ടുണ്ട്. ജഗ് എന്ന് പറഞ്ഞാൽ ലോകം. ഓക്കെ, വെള്ളം ഉള്ളത് കൊണ്ടാണ് യഹ് ജഗ് സുന്ദർ, പാനി സേ ജീവൻ ഹേ, ജലമാണ് ജീവൻ. ഓക്കെ, ഓക്കെ, ജലമാണ് ജീവൻ. ഓക്കെ അല്ലേ? ഇത്രേ ഈ കവിതയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കവിതയാണ് കേട്ടോ. ഓക്കെ അല്ലേ? സേവ് വാട്ടർ. ഓക്കെ, വെള്ളത്തിനെ സംരക്ഷിക്കണം എന്നുള്ളൊരു മെസ്സേജാണ് ഈ കവിത നിങ്ങൾക്ക് തരുന്നത്. വെള്ളം വേസ്റ്റ് ആക്കാൻ പാടില്ല അല്ലേ, വെള്ളം സൂക്ഷിച്ചുപയോഗിക്കണം, ധനമാണ് അല്ലേ, പൈസേനെ പോലെ വിലപിടിപ്പുള്ളതാണ്, മൂല്യമുള്ളതാണ്, അതിനെ സൂക്ഷിച്ചുപയോഗിക്കുക എന്നാണ് പറയുന്നത് അല്ലേ. യെസ്, റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ അടിപൊളിയാ പഠിക്കണം. നിങ്ങളുടെ പബ്ലിക് എക്സാം ഇതേ അടുത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾ എക്സാം ഒക്കെ എങ്ങനെ എഴുതുകയാണ് അല്ലേ? റെഡി അല്ലേ? യെസ്, ഓക്കെ മക്കളെ. അപ്പം നോക്കിയോളൂ, നമ്മൾ പാനി എന്ന് പറഞ്ഞിട്ടുള്ള കവിത അതേ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കവിതയാണല്ലോ. ഇതിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം മിസ് ഒരു ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. ലൈവിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈവ് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നിങ്ങൾ ലൈവിൽ നോക്കിയിട്ട് പഠിക്കണം കേട്ടോ. അടിപൊളിയായിട്ട് പഠിക്കണേ. പിന്നെ അതേ മിസ് ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ അടുത്ത വർഷം 6ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട് അല്ലേ, നിങ്ങൾ കുറച്ചുകൂടി വലിയ ആൾക്കാരായി അല്ലേ. അതിൻ്റെ അടുത്ത വർഷം നിങ്ങൾ 7ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണ്. യെസ്, അടിപൊളി. അപ്പോൾ എജു പോട്ട് നിങ്ങളുടെ 6ാം ക്ലാസ്സിൻ്റെ സൂപ്പർ ബാച്ചിൻ്റെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് മക്കളെ. അടിപൊളിയല്ലേ? സൂപ്പർ ബാച്ചിൻ്റെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2599 രൂപയ്ക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റുകളും എല്ലാ ചാപ്റ്റേഴ്സും ഒരുപാട് എക്സാംസും ഒരുപാട് ചോദ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട് എജു പോട്ട്. വെറും 2599 രൂപ മതി ഒരു വർഷത്തെ ക്ലാസ്സിന് നിങ്ങൾക്ക് അല്ലേ. ഒരു കാര്യം മിസ് പറഞ്ഞുതരാം. ആദ്യം ജോയിൻ ചെയ്യുന്ന 2000 കുട്ടികൾക്ക് മാത്രമാണ് അത്രയും പൈസ. അത് കഴിഞ്ഞാൽ 2000 സീറ്റുകൾ കഴിഞ്ഞാൽ 2000 അഡ്മിഷൻ കഴിഞ്ഞാൽ നമ്മൾ ഇത്ര പ്രൈസിലേക്കാവും കേട്ടോ പോവുക. 3599 രൂപ മിസ്സിൻ്റെ മക്കൾ കൊടുക്കേണ്ടി വരും. സോ ഇപ്പം തന്നെ നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ബാച്ച് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ അതിൽ കയറിയിട്ട് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടോ. നിങ്ങളുടെ പൈസയൊന്നും പോവില്ല കേട്ടോ, ആരും ടെൻഷൻ അടിക്കണ്ട, പൈസയൊന്നും പോവില്ല. എജു പോട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കും. അച്ഛൻ്റെ അമ്മയുടെയും ഉപ്പയുടെയും ഉമ്മയുടെ അടുത്തൊക്കെ കാര്യം പറയും, എജു പോട്ടിനെ കുറിച്ചിട്ടൊക്കെ പറയും. എന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. വെറും 2599 രൂപയുള്ളൂ ആദ്യം ജോയിൻ ചെയ്യുന്ന 2000 കുട്ടികൾക്ക് മാത്രമാണ്. സോ മക്കളെ, നമ്മുടെ ബാച്ച് ഏപ്രിൽ 6ാം തീയതി തുടങ്ങും നിങ്ങൾക്ക് ട്യൂഷൻ. ഓക്കെ, നിങ്ങളുടെ 6ാം ക്ലാസ്സിൻ്റെ ക്ലാസ് ഏപ്രിൽ 6ാം തീയതി. 6ാം ക്ലാസ്സിൻ്റെ ക്ലാസ് ഏപ്രിൽ 6ാം തീയതി. അടിപൊളിയല്ലേ? 6ാം തീയതി തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൂപ്പർ ഓഫറാണ് എജു പോട്ട് നൽകുന്നത്. റെഡി അല്ലേ?
കംപ്ലീറ്റ് ഫ്രീ ആണ്. നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം മിസ് പറഞ്ഞുതരാം, നിങ്ങൾ ഈ 6ാം ക്ലാസ്സിൻ്റെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 5ാം ക്ലാസ്സിൻ്റെ റിവിഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. നമ്മുടെ എജുപോർട്ടിൻ്റെ ആപ്പിൽ 5ാം ക്ലാസ്സിൻ്റെ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ എജുപോർട്ടിലെ സ്റ്റുഡൻസ് ഒക്കെ, ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ റിവിഷനിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവിഷൻ ഫ്രീ ആയിട്ട് തരും. അടുത്ത വർഷത്തേക്ക് 6ാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് നമ്മൾ റിവിഷൻ ക്ലാസ് തരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. സോ മക്കളെ, ഇന്ന് തന്നെ ഇപ്പം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തോ, അടിപൊളിയായിട്ട് പഠിക്കാം നമുക്ക്. സോ നമ്മൾ പാനി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ സൂപ്പർ ആക്കി പഠിച്ചിട്ടുണ്ട്. മിസ്സിൻ്റെ മക്കൾ എല്ലാവരും റെഡി ആണല്ലോ. നിങ്ങൾ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് മുത്തുമണികളാക്കിയിട്ട് എല്ലാവരും പഠിക്കണം കേട്ടോ. സൂപ്പർ ആക്കി നിങ്ങൾ പബ്ലിക് എക്സാം എഴുതണം. യെസ് മക്കളെ, അപ്പം മിസ് അടുത്തൊരു ചാപ്റ്ററിൻ്റെ സമ്മറി ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ഓക്കെ മക്കളെ, താങ്ക് യു സോ മച്ച്.